എല്ലാവർക്കും നമസ്കാരം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നീ നാളുകൾ ഉൾപ്പെടുന്ന ധനുക്കൂറിൽ ജനിച്ചവരുടെ ശനിമാറ്റ ഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ 3-ൽ സഞ്ചരിക്കുന്ന ശനി ഭഗവാൻ 2025 മാർച്ച് മാസം 29-ാം തീയതി 4-ാം ഭാവമായ മീനക്കൂറിലേക്ക് മാറാൻ പോവുകയാണ്. 4-ൽ ശനി സഞ്ചരിക്കുമ്പോൾ അതിനെ കണ്ടകശനി അല്ലെങ്കിൽ അർദ്ധാശ്രമശനി കാലം എന്നാണ് പറയുന്നത്. പൊതുവെ ഇത് അത്ര നല്ല സമയമല്ലെങ്കിലും രാശിയധിപനായ വ്യാഴത്തിൻ്റെ മറ്റൊരു രാശിയായ മീനത്തിലേക്ക് ശനി മാറുന്നതിനാൽ മറ്റു രാശികളെ അപേക്ഷിച്ച് ധനുക്കൂറുകാർക്ക് ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും. പക്ഷേ ഈ കാലയളവിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാകുന്നതാണ്. ഗ്രഹത്തിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യാനോ അല്ലെങ്കിൽ വാഹന രീതിയിലോ പണം ചെലവഴിക്കേണ്ടി വരും. ശനി 4-ൽ സഞ്ചരിച്ചുകൊണ്ട് ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ജാതകനും മാതാവിനും ഇടയ്ക്കിടെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. സ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മടിയുണ്ടാകും. ശനി 6-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ വീടോ വാഹനമോ വാങ്ങുവാനായി ലോൺ ലഭിക്കുന്നത് പോലെയുള്ള അനുകൂല ഫലങ്ങളും അടുത്ത ബന്ധുക്കളുമായി അകൽച്ചയുണ്ടാകുന്നത് പോലെയുള്ള ദോഷഫലങ്ങളും ഉണ്ടാകുന്നതാണ്. മൂലം നാളുകാർക്ക് പഠനപരമായ കാര്യങ്ങളിൽ താല്പര്യം കുറയും. കാര്യതടസ്സവും ജോലിയിൽ മാറ്റവും ഉണ്ടാകും. പൂരാടം നാളുകാരുടെ പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണിത്. മനോവിഷമം, ശത്രുശല്യം എന്നിവ അധികരിക്കും. സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ വരാനും സാധ്യതയുള്ള സമയമായതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രാടം നാളിൻ്റെ ആദ്യപാദത്തിൽ ജനിച്ചവർ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട സമയമാണിത്. വ്യാഴദശ നടക്കുന്നവർക്ക് ദോഷഫലങ്ങൾ പൊതുവെ കുറവായിരിക്കും. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന ശനിമാറ്റം ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ധനുക്കൂറിൽ ജനിച്ചവർക്കായുള്ള ശനിമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മകരക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.